അച്ഛൻ്റെ പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ വളരെ ഒരു ഫേമസ് റൈറ്ററാണെന്നറിയാം. എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട് ഇതുവരെ? ഞാൻ ഇപ്പം 71 പുസ്തകങ്ങൾ എഴുതാനും. ഞാൻ ആദ്യം എഴുതിയ പുസ്തകം എന്ന് പറയുന്നത് പൗലോസിൻ്റെ പ്രാർത്ഥനകൾ എന്നുള്ളതായിരുന്നു. എനിക്ക് പൗലോസ്ലീഹായ കർത്താവ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വലിയ ഹീറോ ആരാന്ന് ചോദിച്ചാൽ പൗലോസ്ലീഹായ. അതുകൊണ്ട് എൻ്റെ പുസ്തകത്തിലൊക്കെ പൗലോസ്ലീഹായ കടന്നു വരും. അതെന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ദർശനവും എല്ലാം ഇതുപോലെ കർത്താവിന് വേണ്ടി ജീവിച്ചിട്ടുള്ള ആൾ വേറെ ആരുമില്ല. കർത്താവിനെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആരും വേറെ ആരുമില്ല. ഇതുപോലെ പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എടുത്താൽ നമുക്ക് പിൻപറ്റുവാൻ പറ്റിയ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല. പത്രോസും മറ്റു ശിഷ്യന്മാരും ഒക്കെ ഉണ്ട്. പക്ഷെ പൗലോസിനെ നമുക്ക് കൂടുതൽ അറിയാം. അപ്പോസ്തല പ്രവൃത്തികളിൽ അദ്ദേഹത്തെ പറ്റിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചാൽ നമുക്കത് കൂടുതൽ വെളിപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആ ലേഖനങ്ങളൊക്കെ ഒന്ന് നോക്ക്. ഓരോ ലേഖനവും തുടങ്ങുന്നത് ഒരു ദീർഘമായ പ്രാർത്ഥനയോടുകൂടിയാണ്. എഫേസ്യ ലേഖനം എടുത്തു, ഒരു പ്രാർത്ഥന 1 അധ്യായം 4 വാക്യം മുതൽ 19 വരെ നീണ്ട പ്രാർത്ഥനയാണ്. അത് തിയോളജിയുണ്ട്, ബൈബിൾ സ്റ്റഡിയുണ്ട്, എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആ പ്രാർത്ഥന. അത് പൗലോസ്ലീഹായുടെ ഏറ്റവും അത് എന്നെ ഏറ്റവും ആകർഷിച്ച. അതുകൊണ്ടാണ് ഞാൻ ആദ്യം എഴുതിയ പുസ്തകം പൗലോസിൻ്റെ പ്രാർത്ഥനകൾ. അത് ഓരോ ലേഖനത്തിലെയും പ്രാർത്ഥനകൾ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തു. റോമാ ലേഖനത്തിൽ ഏതാ പ്രാർത്ഥനയുള്ളത്? ഷോർട്ട. എഫേസ്യ ലേഖനത്തിൽ ദീർഘമാണ്, അത് എടുത്തു. അങ്ങനെ എല്ലാ ലേഖനത്തിലും ഉണ്ട്. ചിലതൊന്നും അത്ര വലുതല്ല, അത്ര വ്യക്തമല്ല. അത് നോക്കി നമ്മൾ കണ്ടെത്തണം. പക്ഷേ അതെൻ്റെ ആദ്യത്തെ സംരംഭം പൗലോസിൻ്റെ പ്രാർത്ഥനകളായിരുന്നു. അതിൻ്റെ കുഞ്ഞ് എത്ര പതിപ്പായെന്നറിയാമോ? അതിൽ ഇംഗ്ലീഷുമുണ്ട്. അത് വായിച്ചപ്പോൾ നമ്മൾ ഒരു ലേഡി ഇവിടെ നാഗമ്പഴ ആ ഭാഗത്താണ്, ഇപ്പം തീരെ മേല പ്രായമായി, അവരായിരുന്നു തർജ്ജമ ചെയ്തത് ഇംഗ്ലീഷിലേക്ക്. അപ്പോൾ ഈ ബാക്കിയുള്ള 71 പുസ്തകം എന്ന് പറഞ്ഞാൽ അതിലെ എന്തൊക്കെയായിരുന്നു മെയിൻ തീംസ്? പ്രധാനമായിട്ടുള്ളത് ബൈബിൾ സ്റ്റഡിയാണ്. പ്രധാനമായിട്ടുള്ളത് എഫേസ്യ ലേഖനത്തെ പറ്റിയുള്ള വ്യാഖ്യാനം ഒരു പുസ്തകം, റോമാ ലേഖനത്തെ പറ്റിയുള്ളത് ഒരു വ്യാഖ്യാനം, ഇളയ ലേഖനങ്ങൾ, അതായത് ഫസ്റ്റ് തിമോത്തി, സെക്കൻഡ് തിമോത്തി, ടൈറ്റസ്, ഇത് 3 ഇളയ ലേഖനങ്ങളാണ്. ആ ഇടയന്മാർക്കുള്ള കർത്തവ്യങ്ങളെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന 3 ലേഖനമാണ്. അതിനെപ്പറ്റി ഒന്ന്. പിന്നെ പൗലോസിൻ്റെ പ്രാർത്ഥനകളെന്ന് പറഞ്ഞുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ പുസ്തകം. അതങ്ങ് വളരെ ഇംഗ്ലീഷിലുണ്ട്. അതിൻ്റെ പ്രേയേഴ്സ് ഓഫ് സെൻറ്റ് പോൾ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വലിയ കാര്യമുള്ള എൻ്റെ പുസ്തകങ്ങൾക്കൊക്കെ ചില പുസ്തകങ്ങൾ 10 പതിപ്പായി. ബൈബിളിലെ കുടുംബം ആരും അത് അന്ന് എഴുതിയിട്ടില്ല, പിന്നെ എഴുതിയിട്ടുണ്ട്. ബൈബിളിലെ കുടുംബം അത് ഞാൻ പഴയ നിയമത്തിൽ നിന്ന് 12 കുടുംബം, പുതിയ നിയമത്തിൽ നിന്ന് 8 കുടുംബം. ആ 12 തൊട്ട് 20 കുടുംബങ്ങളെ പറ്റിയുള്ള ഒരു പഠനമാണ് ബൈബിളിലെ കുടുംബം. അത് ഇന്നത്തെ കുടുംബജീവിതവുമായി ബന്ധപ്പെടുത്തിയ കമ്പയർ ചെയ്ത ഇന്നത്തെ കുടുംബജീവിതത്തിൻ്റെ വീഴ്ചകളെന്ത്, അതിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ത്, അതെങ്ങനെ നമുക്ക് കൂടുതൽ ആ ഒരു വിധത്തിലായതുകൊണ്ട് ആ പുസ്തകം മുന്നേ 10 പതിപ്പായി. അതിൽ ഇംഗ്ലീഷുണ്ട്, ഫാമിലീസ് ഇൻ ദ ബൈബിൾ. അത് മറ്റാരും എഴുതിയിട്ടില്ല. അങ്ങനെ ബൈബിളിലെ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രഥമ കുടുംബം ആദാമിൻ്റെ ഹവ്വായുടെ കുടുംബമാണ്. അതിനെപ്പറ്റി എഴുതിയിരിക്കാതെ ഇത്ര വലിയുള്ളത് ഒത്തിരി ഉണ്ട്. രണ്ടാമത്തത് പ്രളയത്തെ അതിജീവിച്ച കുടുംബം. അങ്ങനെ ഓരോ എഴുതിയിരിക്കുന്നത്. ഈ ക്രിസ്ത്യൻ ബുക്സിൻ്റെ എഴുതുന്നതിനൊപ്പം തന്നെ അച്ഛൻ ഈ മനോരമയിൽ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞൊരു
ഇത് എഴുതാമായിരുന്നല്ലോ, അതെങ്ങനെ തുടങ്ങി? മനോരമയിലെ ചിന്താവിഷയം എഴുതുവാൻ പ്രേരകമായി തീർന്നത് KM ചെറിയാനാണ്. ഉണ്ണുണിച്ചായിരുന്നു ഞങ്ങൾ വിളിക്കുന്നത്. അതായത് KM മാത്യുവിൻ്റെയൊക്കെ മൂത്ത ജ്യേഷ്ഠൻ. മനോരമ രണ്ടാമത് തുടങ്ങിയപ്പോൾ അത് KM ചെറിയാനാണ് അതിന് കാരണക്കാരൻ. അപ്പം അന്ന് ഞാൻ കൊച്ചി ഒരു ചെമ്മാച്ചനാണ്. MD-യിലാന്ന് സെമിനാരി. പഴയ സെമിനാരിലോട്ട് പോയിട്ടില്ല. അപ്പം അദ്ദേഹം ഞാൻ MD-യിലായിരിക്കുമ്പോൾ ചില പ്രസംഗങ്ങളൊക്കെ പള്ളിയിൽ നടത്തുമായിരുന്നു. പുള്ളിക്ക് വലിയ ഇഷ്ടമായി ഈ KM ചെറിയാൻ. എന്നെ വിളിക്കുകയൊക്കെ ചെയ്യും. ഞാൻ അവിടെ മനോരമയിൽ പോകുമായിരുന്നു. കൊച്ചി ചെമ്മാച്ചനായിട്ട് ചെല്ലുമ്പോൾ വലിയ കാര്യം അവിടെ ഒരു ചായയൊക്കെ തന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ചാണ്ടി എന്ന് പറയുന്ന ഒരു ആളാണ് അവിടുത്തെ മനോരമയിലെ സ്റ്റാഫാണ്. ചാണ്ടി കല്ലുപ്പാറക്കാരനാണ്. അദ്ദേഹം മുമ്പ് ആശ്രമത്തിലൊക്കെ പോയി ജീവിച്ചിട്ടുള്ള ആളാണ്. ഒരു സ്പിരിച്വൽ വിഷനുള്ള നല്ല ഒരു ആത്മീയ ദർശനമുള്ള ആളാണ്. ആ ചാണ്ടിയെ ആണ് ഇത് മനോരമയിലെ ഇന്നത്തെ ചിന്താവിഷയം എഴുതാൻ ആദ്യം ഏൽപ്പിച്ചത്. ഇതിൻ്റെ ഉത്ഭവം എന്ന് ചോദിച്ചാൽ ഉണ്ണുണിച്ചായനായി അത് KM ചെറിയാൻ അവരിങ്ങനെ ഒരുമിച്ച് കൂടി മനോരമ സ്റ്റാഫ് അവർ കൂടി ഇരുന്നപ്പോൾ പറഞ്ഞു, ഈ ഞായറാഴ്ച നമ്മളെ ആളുകൾക്ക് ഒത്തിരി സമയം വെറുതെ ഉണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് വായിക്കാൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും, അത് നമുക്കത് ചെയ്യണം. അപ്പോൾ പറഞ്ഞു ആരുണ്ട് അത്? അപ്പോൾ അത് പറഞ്ഞു ചാണ്ടി സാർ പറ്റിയ ആളാണ്. പുള്ളി ആശ്രമത്തിൽ കുറച്ച് നാൾ പാലക്കാട് ആശ്രമത്തിൽ കുറച്ച് നാൾ നിൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ചാണ്ടി സാർ അത് എഴുതട്ടെ. അപ്പോൾ മുന്നോട്ട് ചാരും പറഞ്ഞു എന്നാൽ ചാണ്ടി എഴുത. അങ്ങനെ ചാണ്ടി സാർ എഴുതി തുടങ്ങി. ആ ചാണ്ടി സാർ എഴുതി തുടങ്ങിയപ്പോൾ എനിക്കത് വലിയ ഇഷ്ടമായി. ഞാൻ ചാണ്ടി സാർ ഞാൻ കൊച്ചു അത് ഓർത്തോണം. ഞാൻ മനോരമയിൽ ഇടയ്ക്ക് പോകുമായിരുന്നു ഉണ്ണുണിച്ചാനെ കാണാൻ. അന്ന് ചാണ്ടിയുമായിട്ട് വലിയ അടുപ്പമായി. ഞാൻ ചാണ്ടി അഭിനന്ദിച്ചു, നന്നായിരിക്കുന്നു, ഇത് തുടരണമെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്ക് അത് കഴിഞ്ഞപ്പോൾ ഏതോ ഒരിച്ചിരി അസുഖം വന്നു, എഴുതാനൊരു. അപ്പോൾ പുള്ളി പറഞ്ഞു ജോഷുവാച്ചനെ ചെമ്മാച്ചനെ പറ്റി പുള്ളിയുടെ ഏൽപ്പിച്ചാൽ മതി. അപ്പോൾ ഉണ്ണുണിച്ചാൻ എന്നെ വിളിച്ചു, ഇതൊന്ന് ഒന്ന് എഴുതണം. അയ്യോ, ഞാൻ പറഞ്ഞു എനിക്കതിനുള്ള കഴിവൊന്നും ഇല്ല. തന്നെയല്ല, ഇതൊന്നാണോ തുടർച്ചയായിട്ട് എഴുതാനുള്ളത്? അതന്നെ ഒരു സെക്യുലർ, ഞാനൊരു സ്പിരിച്വൽ പ്രസംഗം ചെയ്യുന്ന ആളാണ്. ഇതിന് സെക്യുലർ വേണ്ടേ, എന്നെ കൊണ്ട് പറ്റില്ല. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ, അച്ഛൻ പറഞ്ഞു ഇനി എഴുതിത്താ. ഞാൻ ഒന്നെഴുതി കൊടുത്തു, അത് തൃപ്തികരമായി. ഇതുപോലെ മതി. അപ്പോഴേക്ക് ചാണ്ടിസാറും മേലാതായി. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അതങ്ങ് ഏറ്റെടുക്കേണ്ടി വന്നു. അത് ആദ്യകാലത്തൊക്കെ എനിക്ക് വലിയ പ്രയാസമായിരുന്നു. ഇത് സെക്യുലറായിരിക്കും വേണം. എൻ്റെ ഇതിനകത്തൊക്കെ എപ്പോഴും മൗലൂശ്രീയ കടന്നു വരുമായിരുന്നു. അത് ഞങ്ങളുടെ ഒരു വിമർശനമായിരുന്നു. ഇതിനകത്ത് എപ്പോഴും മൗലൂശ്രീയ കടന്നു വരുന്നു എന്നും പറഞ്ഞ. പക്ഷേ കാണ്ട് ഹെൽപ്പിച്ച് അത് ഞാനിങ്ങനെ കുറച്ച് എഴുതി കഴിഞ്ഞപ്പോഴേക്ക് ചില വിമർശനങ്ങളൊക്കെ വന്നു. ഇതിനകത്ത് ടു മച്ച് ഓഫ് ബൈബിൾ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ പറ്റ ഒരാളിനെ ഇത് എഴുതാനായിട്ട് ഏൽപ്പിച്ചു. പുള്ളി 3-4 എണ്ണം എഴുതി ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് ആളുകളുടെ റെസ്പോൺസ് വന്നു, ഞങ്ങൾക്ക് ഇതല്ല വേണ്ടത്. അപ്പോൾ അത് പുള്ളി എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളി ഒന്നല്ല വിട്ട. അപ്പം ഞാനും പുള്ളിയും കൂടി എഴുതുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ ഇനി എഴുതുമ്പോഴേ ഇനീഷ്യലി വെക്കണം. മുമ്പ് ഇനീഷ്യലൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ആകുമ്പോൾ TJJ വെക്കണം. അങ്ങനെയാണ് ഈ TJJ പേര് വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇനീഷ്യൽ വരികയില്ലായിരുന്നു. ഒരു 4-5 എണ്ണം പുള്ളി എഴുതി. പക്ഷെ ആളുകൾക്ക് അത്ര വലിയ തൃപ്തിയില്ലായിരുന്നു. ഒരു മെസ്സേജ് കിട്ടുന്നില്ല. നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തന്നെ
ഇക്കാലം അത്രയും അത് 35 വർഷം വിതൗട്ട് എനി ബ്രേക്ക്. അത് തന്നെയല്ല, വിതൗട്ട് റെപ്പറ്റീഷൻ എത്ര ഈസ്റ്ററുകൾ വന്നു, എത്ര ഓണം വന്നു, അതിലെല്ലാം പ്രത്യേകമായിട്ടുള്ള മെസ്സേജ് എഴുതാൻ ഒത്തു എന്നുള്ളത് അയ്യോ അതൊരു വലിയ സംഭാവനയാണ്. എനിക്കങ്ങോട്ട് ഇപ്പോഴും ഇമാജിൻ ചെയ്യാൻ മേല ഇത്രയും എഴുതുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചല്ലോ എന്ന്. ഫോർ സോ മെനി ഇയേഴ്സ് ഫോർ ദ സെക്യുലർ വേൾഡ്. അയ്യോ അത് വലിയൊരു സംഭാവനയായിരുന്നു.